നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ കടുത്ത ചൂടിലാണ്. ശ്വേത മേനോൻ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റാകുമെന്ന സൂചനകൾ ശക്തമാവുകയും ചെയ്യുന്നു. സൂപ്പർ താരങ്ങളുടെയും സുരേഷ് ഗോപിയുടെയും KB ഗണേഷ് കുമാറിൻ്റെയും ഒക്കെ പിന്തുണ ശ്വേത മേനോനാണ് എന്ന വസ്തുത ഇപ്പോൾ വെളിവായിരിക്കുകയാണ്. അതുകൊണ്ട് ശ്വേത മേനോൻ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആകാനുള്ള എല്ലാ സാധ്യതയും ഒത്തുവരുന്നതായാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജഗദീഷ് മത്സരിക്കും, ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും, കുഞ്ചാക്കോ ബോബൻ പ്രസിഡന്റാകും എന്ന് തുടങ്ങിയ സൂചനകളും ചർച്ചകളും ഇതിനു മുമ്പേ കുറേ നടന്നിരുന്നു. എന്നാൽ ഇത്തവണ വനിതാ അധ്യക്ഷ വരട്ടെ എന്നാണ് സൂപ്പർ താരങ്ങളുടെയും സുരേഷ് ഗോപിയുടെയും KB ഗണേഷ് കുമാറിനെ പോലെ അമ്മയിൽ സ്വാധീനമുള്ള ആളുകളുടെയും നിലപാട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ബാബുരാജ് വരാതിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ബാബുരാജിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആക്കാൻ യാതൊരു താല്പര്യവും സൂപ്പർ താരങ്ങൾക്കും മറ്റുള്ള പ്രമുഖ താരങ്ങൾക്കുമില്ല. എന്നാൽ ബാബുരാജ് ആകട്ടെ മത്സരിക്കുമെന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ബാബുരാജിനെതിരെ കടുത്ത നീക്കങ്ങൾ പല സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ട് താനും. എന്നാൽ അതിനെല്ലാം മറികടന്ന് അതെല്ലാം തനിക്ക് പുല്ലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുവരെ പിന്മാറുന്ന കാര്യം ബാബുരാജ് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ശ്വേത മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആകട്ടെ എന്നുള്ള നിലപാടിലേക്ക് രണ്ട് സൂപ്പർ താരങ്ങളും KB ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും മറ്റ് നടന്മാരുമെല്ലാം അല്ലെങ്കിൽ മറ്റ് അഭിനേതാക്കളുമെല്ലാം എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആകണമെന്ന് വിചാരിക്കുന്ന അനേകം പേർ ഇപ്പോൾ അമ്മയിലുണ്ട്. കാരണം വളരെ നന്നായ മികച്ച പ്രവർത്തനമാണ്, സംഘടനാ പ്രവർത്തനമാണ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ നടത്തിയതെന്നും അവർ വിശ്വസിക്കുന്നു. ഏതായാലും അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആകാനുള്ള യോഗം ശ്വേത മേനോന് തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയത് തനിക്ക് ഇനി ഇത്തരം സംഘടന കൊണ്ടു നടന്ന് ഇതിൻ്റെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങാൻ കരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നിരവധി സ്ത്രീപീഡന ആരോപണങ്ങൾ അമ്മയിലെ അംഗങ്ങളായ അഭിനേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെയെല്ലാം മറികടക്കാനും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പവിത്രത അല്ലെങ്കിൽ സംഘടനാപരമായ ഒരു ഉത്തരവാദിത്തം കാത്തു സൂക്ഷിക്കാനും ഒരു വനിതാ അധ്യക്ഷ തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടതെന്ന നിലപാടിലാണ് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും എത്തിച്ചേർന്നത് അത്രേ. ഇവർ പരസ്പരം ആശയവിനിമയം നടത്തുകയും മറ്റ് നടന്മാരുമായി സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാൻ ശ്വേത മേനോനെ പോലൊരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് സൂപ്പർ താരങ്ങളും മറ്റ് പ്രമുഖ നടന്മാരും കരുതുന്നത്. നിരവധി സ്ത്രീപീഡന ആരോപണങ്ങൾ, ബലാത്സംഗ ആരോപണങ്ങൾ അമ്മയിലെ മിക്ക അഭിനേതാക്കൾക്കുമെതിരെയുണ്ട്. പ്രത്യേകിച്ച് സിദ്ദിഖ്, മുകേഷ് തുടങ്ങിയ അല്ലെങ്കിൽ ബാബുരാജ് തുടങ്ങിയ അഭിനേതാക്കൾക്കെതിരെ ഇത്തരം ബലാത്സംഗ ആരോപണങ്ങളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കാതെ ഒരു സ്ത്രീ ഇതിൻ്റെ തലപ്പത്ത് വന്നാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ കെട്ടടങ്ങുമെന്നും മറ്റ് സ്ത്രീകളായ അഭിനേതാക്കൾക്ക് അമ്മയിലെ അംഗങ്ങൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും കഴിയുമെന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശ്വേത മേനോനെ മുന്നിൽ നിർത്തി തൽക്കാലം ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കാനുള്ള തന്ത്രമാണത്രേ സൂപ്പർ താരങ്ങളും ഗണേഷ് കുമാറും ഒക്കെ നടത്തുന്നത്. ഏതായാലും അത് വിജയിക്കാനാണ് സാധ്യത. ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കാതിരിക്കാനുള്ള നീക്കവും സൂപ്പർ താരങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാബുരാജ് ജനറൽ സെക്രട്ടറിയായി വന്നാൽ അതിനെതിരെ കടുത്ത എതിർപ്പ് അമ്മയിലെ അംഗങ്ങളിൽ നിന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഇത്തവണയും സൂപ്പർ താരങ്ങൾ വിചാരിക്കുന്ന ആളുകളെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയുമാകാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അമ്മയുടെ ആരംഭകാലം മുതൽ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും നെടുമുടി വേണുവും ഇന്നസെൻറ്റും അടങ്ങുന്ന ആ ഒരു ലോബി വിചാരിക്കുന്ന ആളുകൾ മാത്രമേ അമ്മയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ അവർ രംഗത്തില്ല, മുൻപിലില്ല, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവർ പിന്നിൽ നിന്ന് ചരടുകൾ വലിക്കുകയാണ്. അവരുടെ ചരട് വലികൾക്കനുസരിച്ച് അമ്മയുടെ പ്രവർത്തനം മുന്നോട്ട് പോകൂ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകൂ എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം.